ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. പ്രദേശത്ത് കുടുങ്ങിയവരെ വ്യോമസേന വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്യുന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സമൂഹത്തിലെ എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാരീസ് ഒളിമ്പിക്സ് 10 മീറ്റർ എയർ പിസ്റ്റൾസ് മിക്സഡ് ഷൂട്ടിംഗിൽ മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കലം. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 110ആയി. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത. മരിച്ചവരിൽ 34 പേരെ തിരിച്ചറിഞ്ഞു. 130-ലേറെ പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൂടുതൽ പേർ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പരിക്കേറ്റവരെയും വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളിൽ എയർലിഫ്റ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഒറ്റപ്പെട്ട നിലയിലായിരുന്ന മുണ്ടക്കയിൽ ദുരന്തത്തിന് 11 മണിക്കൂറുകൾക്ക് ശേഷമാണ് കരസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാനായത്. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കുന്നതിനായി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗവും മേഖലയിലുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കൂടുതൽ NDRF സംഘങ്ങളെയും ദുരന്ത ബാധിത പ്രദേശത്ത് എത്തിക്കും. സംസ്ഥാന മന്ത്രിമാരായ കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ സംഭവസ്ഥലത്ത് തങ്ങി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പ്രത്യേക ഏകോപനത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവിനെ സ്പെഷ്യൽ ഓഫീസറായി സംസ്ഥാന സർക്കാർ നിയമിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. 200ഓളം വീടുകൾ ഉള്ളിടത്താണ് അപകടം നടന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാടുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ എത്രയും വേഗം ബന്ധുക്കൾക്ക് കൈമാറുമെന്നും മൃതദേഹങ്ങൾ തിരിച്ചറിയാനാകാത്ത സാഹചര്യത്തിൽ ജനിതക പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും ദുരിത മേഖലകളിലും ഭക്ഷണവും അവശ്യവസ്തുക്കളും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരെല്ലാം സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൃത്യമായി പാലിക്കണം. ദുരന്ത മേഖലയിലുള്ള മാധ്യമപ്രവർത്തകർ സ്വന്തം സുരക്ഷ കണക്കിലെടുക്കണമെന്നും രക്ഷാപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ജോലി നിർവഹിക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ദുരന്ത മേഖലയിലേക്ക് അനാവശ്യമായി വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ആരാഞ്ഞ പ്രധാനമന്ത്രി രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും അദ്ദേഹം ഉറപ്പു നൽകി. ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാട് മുൻ MPയുമായ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞു. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ദുഃഖാചരണ കാലയളവിൽ സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെക്കും. മരിച്ചവരോടുള്ള ആദരസൂചകമായി 16ാമത് IDSFFKയുടെ ഔദ്യോഗിക ചടങ്ങുകൾ ഒഴിവാക്കി. വയനാട്ടിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ തുറന്നു. ആരോഗ്യവകുപ്പിന്റെ കൺട്രോൾ റൂമുകളിൽ 96 56 93 86 89 എന്ന നമ്പറിലോ 8086010833 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. പോലീസ് ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ 9490900402 എന്ന നമ്പറിലോ 0471 272 1566 എന്ന നമ്പറിലോ ബന്ധപ്പെടാം.
വയനാട് ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ 1077 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ചാലിയാർ പുഴയുടെ മലപ്പുറം നിലമ്പൂർ മേഖലയിലും തിരച്ചിൽ നടത്തുന്നു. കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സജ്ജീകരണങ്ങൾ ഒരുക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. ചാലിയാർ പുഴയിലും പുഴയോട് ചേർന്നുള്ള വനത്തിലും അഗ്നിരക്ഷാ സേനയുടെയും NDRFന്റെയും പോലീസിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ തിരച്ചിൽ സജീവമായി തുടരുകയാണ്. ഇരുട്ടുകുത്തി, പോത്തുകല്ല്, പനങ്കയം, ഭൂതാനം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കനത്ത മഴയെ തുടർന്ന് ചാലിയാർപ്പുഴ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിറഞ്ഞൊഴുകുന്നത് തിരച്ചിൽ ദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. വനത്തുള്ളിലെ കുമ്പിളിപ്പാറ കോളനി ഭാഗങ്ങളിൽ 5 മൃതദേഹങ്ങൾ കരയ്ക്കടിഞ്ഞതായി ആദിവാസികൾ പറയുന്നു. വനത്തിനകത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ പുഴയിൽ ഒഴുക്ക് കൂടുതലായതിനാൽ മറുകരയിൽ എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനാകാത്ത സ്ഥിതിയിലാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനിടയുണ്ടെന്ന നിഗമനത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചാലിയാർ തീരത്തും മുണ്ടേരി വനമേഖലയിലും പരിശോധന തുടരുകയാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ കേരളത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി 5 കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും അഗ്നിശമന സേനയുടെ ടീമിനെയും അയക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്ത 48 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാടിന് പുറമെ സമീപ ജില്ലകളിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. വയനാട് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഇടുക്കി മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, കാസർഗോഡ്, തൃശൂർ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. നാളെ മുതൽ ഓഗസ്റ്റ് 2 വരെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചതായി PSC അറിയിച്ചു. എന്നാൽ അഭിമുഖങ്ങൾക്ക് മാറ്റമില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സമൂഹത്തിലെ എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ധനമന്ത്രി. ബജറ്റിൽ കർഷകർക്കും യുവാക്കൾക്കും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ട്. യുവാക്കൾക്കായി 5 പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ തുക വകയിരുത്തി. ഫസൽ ബീമ യോജന പോലെയുള്ള നിരവധി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ബജറ്റിൽ ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പരാമർശിച്ചില്ലെങ്കിൽ അവിടെ ധനസഹായം എത്തുന്നില്ലെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്ന് ധനമന്ത്രി പറഞ്ഞു. അതേസമയം ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാജ്യസഭയിൽ ഇന്നും തുടർന്നു. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ഷൂട്ടിംഗിൽ മനു ഭാക്കർ, സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കലം. ദക്ഷിണ കൊറിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. തുഴച്ചിൽ സ്കൾസ് പുരുഷ വിഭാഗത്തിൽ ബെൽരാജ് പൻവാർ സെമിഫൈനലിലേക്ക് യോഗ്യത നേടി. ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഹോക്കിയിൽ ഇന്ത്യൻ സംഘം അയർലൻഡിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ വെങ്കലം സ്വന്തമാക്കിയ മനു ഭാക്കറിനെയും സരബ്ജോത് സിംഗിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന നിലയിൽ മനു ഭാക്കർ ചരിത്രം സൃഷ്ടിച്ചുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഷൂട്ടിംഗ് താരങ്ങൾ രാജ്യത്തിന് തുടർച്ചയായി അഭിമാനം നൽകുകയാണെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതം. പ്രദേശത്ത് കുടുങ്ങിയവരെ വ്യോമസേനാ വിമാനങ്ങളിൽ എയർലിഫ്റ്റ് ചെയ്യുന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കടന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം. പൊതുചടങ്ങുകളും ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു. 8 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. സമൂഹത്തിലെ എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന പദ്ധതികൾ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പാരീസ് ഒളിമ്പിക്സ് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ഷൂട്ടിംഗിൽ മനു ഭാക്കർ, സരബ് ജോത് സിംഗ് സഖ്യത്തിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.